എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള സോളാർ പാനൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഈ രീതിയിലാണ് ഞാൻ ക്ലീൻ ആക്കുന്നത്. നമുക്കേ കുറച്ച് വെള്ളവും ഒരു മോപ്പും മാത്രം ഉണ്ടായാൽ മതി, വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. യാതൊരുവിധ ലിക്വിഡും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പണിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ്. അതായത് ഈ ഒരു സോളാർ പാനലിൽ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലീനിങ് ആരംഭിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സമയത്തൊക്കെ മഞ്ഞടിച്ചിട്ടാണെങ്കിൽ നമ്മുടെ പാനലിൽ കുറച്ച് വെള്ളമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പൊടിയും ചെളിയൊക്കെ ചെറുതായിട്ട് ഇളകിയിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ആ ഒരു പൊടിയും ചെളിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ സാധിക്കും. ഈ കാണുന്ന മോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ആൾ നിസ്സാരക്കാരനൊന്നല്ല, ഇത് നനഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റാണ്. ഹോസ്പിറ്റലിലും ഷോപ്പിംഗ് മാളിലൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവിടെ ചേച്ചിമാരൊക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കുന്നത്. ഒരൊറ്റയടിക്ക് ഒരു ഏരിയ തന്നെ ക്ലീൻ ആക്കാം. ഈ ഒരു മോപ്പാണെങ്കിൽ കണ്ടല്ലോ, നനച്ചു കഴിഞ്ഞാൽ നല്ല വെയിറ്റാണ്. അതുകൊണ്ട് നടുവേദന കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു മോപ്പ് ഉപയോഗിക്കാണ്ട് കുറച്ചും കൂടെ വെള്ളം നനച്ച് കഴിയുമ്പോൾ കനം കുറവുള്ള മോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു മോപ്പ് ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മോപ്പിൻ്റെ വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമ്മൾ പവറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മയാണെങ്കിൽ ഓടിച്ചു വിട്ടാൽ മതി. നല്ല രീതിയിൽ ഈ പറഞ്ഞ ചെളിയും പൊടിയൊക്കെ ഇളകി പോരുന്നതായിരിക്കും. രാവിലെ ആ ഒരു നനവോടെ കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ മഞ്ഞക്കടിച്ച് നമ്മുടെ സോളാർ പാനലിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പണി കഴിച്ചിട്ട് പോകാം. ഇവിടെ ഞാൻ ഒറ്റ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ പണി മൊത്തം ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓടിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരു കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സോളാർ പാനലൊക്കെ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല സേഫ്റ്റി ഉള്ളതായിരിക്കണം. നമ്മുടെ ഒരു നിൽക്കാനുള്ള ഒരു ഇതനുസരിച്ച് മാത്രം നമ്മൾ നിന്ന് ക്ലീൻ ആക്കുക. റിസ്ക് എടുത്ത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു മോപ്പിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഞാനിത് 500 രൂപയ്ക്കാണ് ഇത് മേടിച്ചത്, ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ കുറച്ച് പഴയ സോളാർ പാനലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതിൽ കാർ വാഷ് യൂസ് ചെയ്യാം. അതിൻ്റെയും പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. പിന്നെ ആണെങ്കിൽ നിങ്ങൾ പുതിയ സോളാർ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു സോപ്പോ കെമിക്കലോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഷാമ്പുവോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന പോലെ വെള്ളം ഒഴിച്ച് മാത്രം ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സോളാർ പാനൽ ക്ലീൻ ആക്കാൻ നോക്കുക. എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൊടിയൊക്കെ തീരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെയാണ് ക്ലീൻ ആക്കാറുള്ളൂ. ക്ലീൻ ആക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ കാറ്റൊക്കെ അടിക്കുന്ന ദിവസങ്ങളിൽ കുറേ കരികിലേക്ക് വന്നിരിക്കും, അപ്പോൾ കയറും. ആ ഒരു സമയത്ത് ക്ലീൻ ആക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് എത്ര നാൾ കൂടി ക്ലീൻ ആക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ പൊടിയുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ക്ലീൻ ആക്കിയാലും കുഴപ്പമില്ല. പക്ഷേ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ആക്കണം. പിന്നെ ഒരു കാര്യം മറക്കരുത്, നടുവേദന ഉള്ള ആൾക്കാർ ഇതുമണം നനച്ച് ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് വരുന്ന മോപ്പ് ഉപയോഗിക്കരുത്. നല്ല മുട്ടപ്പണി കിട്ടും. ഞാൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഈ ടൈപ്പ് മോപ്പ് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നടുവേദന ഉണ്ടെന്ന് 1-2 പേര് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ആ ചെളി കലക്കി കഴിയുമ്പോൾ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് കാണാം. ക്ലീനിങ്ങിന് പോരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ താഴെ കാണുന്ന MCB ഒക്കെ ഓഫാക്കിയിട്ട് പോരെ. ഒരു 10 മണി 10:30 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു പണിക്കായിട്ട് ഇറങ്ങരുത്. സൂര്യപ്രകാശം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് നനച്ചു തുടങ്ങുമ്പോഴത്തേക്കും മറ്റേ സൈഡ് ഉണങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളവും ചിലവ് കൂടുതലാണ്, ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് മുട്ടാൻ പണിയാണ്. അവസാനം കുറച്ച് വെള്ളം കോരി ഒഴിച്ച് അങ്ങ് ക്ലീൻ ആക്കുക. പിന്നെ കുറച്ച് പായലോ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിക്കൽ ഉപയോഗിക്കാണ്ട് കാറ് കഴുകുന്ന ഷാമ്പു ഉപയോഗിക്കുക. അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നല്ല വൃത്തിയാക്കി നിങ്ങൾക്ക് ഈ ഒരു പാനൽ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും. പിന്നെ അവസാനം കുറച്ച് വെള്ളമുണ്ടാവും, അത് ഒരു തുണി ഉപയോഗിച്ചിട്ട് കളയുക. പിന്നെ ഇത് ഫുള്ളായിട്ട് പോകാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ക്ലിപ്പ് അടിക്കാൻ കിട്ടും. ആ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം പോകുന്നതാണ്.
അതിൻ്റെ പർച്ചേസ് ലിങ്കും വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. പിന്നെ മോപ്പാണെങ്കിൽ ഏറ്റവും അവസാനം ക്ലീനിങ്ങിന് ശേഷം ഈ കാണുന്ന പോലെ അഴയത്തിട്ടാൽ മതി. ഇത് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ ലൈഫ് തീരെ കുറയുന്നതാണ്. 3 വർഷമായിട്ട് ക്ലീൻ ചെയ്യാത്ത ഒരു സോളാർ പാനലാണ് ഇത്. ഇത് ക്ലീനാക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ കുറച്ച് വെള്ളവും ഒരു തുണിയും മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഒട്ടുമിക്ക പാനിലും നമുക്ക് വെള്ളം മാത്രം വെച്ചിട്ട് ക്ലീനാക്കാം. ഇനി അങ്ങനെ ക്ലീൻ ആവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ കാർ ഷാമ്പു പോലെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇത് ക്ലീനാക്കിയതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൽ എന്തെങ്കിലും പായലോ കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഒരു സൈഡിൽ നോക്കിയാൽ മതി, വ്യക്തമായിട്ട് കാണാം. നിങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാർക്കും അതൊരു ഉപകാരമായിരിക്കും, എനിക്കും ഒരു ഉപകാരമായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.